ആദ്യം തന്നെ ന്യൂട്രിസ്കോറയുള്ള ഒരു ഹൈ പ്രോട്ടീൻ ഡ്രിങ്ക് വാങ്ങിച്ച് കുടിച്ച് അതിന് ശേഷം നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇവിടെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റഡ് ഫുഡ്സിനൊക്കെ ന്യൂട്രിസ്കോറയും അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ബി ഒക്കെയാണ്. എന്താണാവോ. അതിനുശേഷം ഈ ബിൽഡിങ്ങിൽ എവിടെ ഡാൻസ് കളിക്കുന്നുണ്ടപ്പോഴത്തേക്ക് നേരെ അവിടെ പോയി ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പോൾ അവർ പലതരത്തിലുള്ള ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്തായാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നൊരു പുഡിങ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. ഇത് കറക്റ്റാണോ അല്ലയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പഴം എടുത്ത് കുനുകുന കട്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ കുറച്ച് സ്ട്രോബെറി എടുത്ത്, നല്ല ഫ്രഷ് സ്ട്രോബെറി ഇവിടെ എപ്പോഴും കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചു. അത്ര വിലയില്ല, ചീപ്പാണ് സ്ട്രോബെറിയൊക്കെ. അങ്ങനെ നമ്മൾ അതും കട്ട് കുറേ പീസാക്കി കട്ട് ചെയ്ത് അതിനുശേഷം നമ്മളതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം അത് ഉടച്ച് സ്മഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്രീക്ക് യോഗേർട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗ്രീക്ക് യോഗേർട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ഒരു മുട്ടയാണ് ഇട്ടത്. ഈ മുട്ടയുടെ വൈറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ അതോ മഞ്ഞ മാത്രമാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ രണ്ടും ഇട്ട് മൊത്തത്തിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ട് അതും കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ പൊടിക്കുന്നതല്ല, നമുക്കിവിടെ മിക്സി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ട് അതിനകത്ത് മൊത്തത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് നേരെ ഓവനിൽ വെച്ചിട്ട് ഇച്ചിരി നേരെ ഒന്ന് സെറ്റാക്കി എടുത്ത്. പക്ഷെ അത് ഓവനിൽ വെച്ച് അങ്ങനെ ആക്കി എടുക്കണോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ ഇല്ല. നമ്മൾ മുട്ടയൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. പക്ഷെ ആയി വന്നപ്പോഴത്തേക്കും വലിയ രസമില്ലായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം ഉണ്ടാക്കാൻ അറിയാവുന്നവരാരെങ്കിലും ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്.